ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലൊക്കെയാണ്. ഇന്ന് പറയാൻ പോകുന്നത് ഡ്രൈവിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യമല്ല, അതിനേക്കാളേറെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യത്തെ പറ്റിയിട്ടാണ്. ഞാനൊക്കെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കപ്പോഴും യാത്രയിലായിരിക്കും. സ്വാഭാവികമായിട്ടും വഴിയിൽ കാണുന്ന കടകളിൽ നിന്നൊക്കെയാണ് ഭക്ഷണം കഴിക്കുക. നമ്മൾ ഭക്ഷണത്തിൽ മായം ചേർക്കുന്നു എന്ന് വാർത്തകൾ പലതും കാണാറുണ്ട്. അന്നത്തെ ദിവസം എല്ലാവരും അതൊക്കെ ശ്രദ്ധിക്കും, പിന്നീട് പലരും മറക്കും. ഏതെങ്കിലും ഹോട്ടലുകൾ അടച്ചു പൂട്ടി എന്ന വാർത്തയൊക്കെ നമ്മൾ കേൾക്കും ന്യൂസിൽ. കുറച്ച് കഴിയുന്ന സമയത്ത് പിന്നീട് അതേ ഹോട്ടലിൽ തന്നെ വീണ്ടും ഓപ്പൺ ആവുന്നത് നിങ്ങൾക്ക് കാണാം. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അതേ ഹോട്ടലുകൾ തന്നെ ഓപ്പൺ ആവും, അല്ലെങ്കിൽ പുതിയ പേരിൽ ഹോട്ടലുകൾ അതേ മുതലാളി ഓപ്പൺ ചെയ്യും. ഇതാണ് പൊതുവെ കാണാറുള്ളത്. ഇന്ന് വ്ലോഗില് ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, 2 ദിവസം മുമ്പേ ഞാനൊരു മാധ്യമത്തിൽ വാർത്ത കണ്ടു. കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുമ്പിലുള്ള കടയിൽ നിന്നും മായം കലർന്ന ഭക്ഷണം പിടിച്ചു എന്ന്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എങ്ങനെ മായം കലർന്ന്, ഏത് ടൈപ്പിലാണ് എന്ന്. ഇത് വളരെ ഡേഞ്ചറായ ഒരു കാര്യമാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. നോർമലി നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള കാര്യമല്ല. അവിടുന്ന് പിടിച്ചത് എന്താണെന്നറിയോ? എണ്ണ പലഹാരം ഉണ്ടാക്കുന്ന എണ്ണയിൽ പ്ലാസ്റ്റിക് ഇട്ട് ചൂടാക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കണ്ടത്. അതായത് ഉരുകിയ എണ്ണയിലേക്ക് പ്ലാസ്റ്റിക് ഇടും. പ്ലാസ്റ്റിക് ഇടുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ആ പ്ലാസ്റ്റിക് അതിനകത്തേക്ക് ഉരുകിച്ചേരും. ഉരുകിച്ചേർന്ന് കഴിയുമ്പോൾ എണ്ണയുടെ ക്വാണ്ടിറ്റി കൂടും. പെട്ടെന്ന് എണ്ണ വറ്റി പോവുകയുമില്ല. ഈ എണ്ണയിൽ എന്താ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയോ? ചായക്കടികളാണ് ഉണ്ടാക്കുന്നത്. പൊതുവെ മലയാളികൾക്കൊക്കെ ചായയും കടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ചില്ലുകൂട്ടിൽ ഇങ്ങനെ വെച്ച് കാണും. എന്താണ്? ചായക്കടികളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടാവും. പലതരം ചായക്കടികളുണ്ട്. ചായയും പൊരിപ്പും എന്നൊക്കെയാണ് ഈ ഭാഗത്ത് ബോർഡ് കാണാറുള്ളത്. നമ്മുടെ നാട്ടിൽ തന്നെയാണെങ്കിൽ ചായയും കടിയും എന്നൊക്കെ ബോർഡുണ്ട്. ചായയും എണ്ണപ്പലഹാരങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് ബോർഡ് കാണാം. കടയിൽ കണ്ട കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇത് ഡിപ്പാർട്ട്മെന്റ് പിടിച്ചു എന്നാണ് പറഞ്ഞത്. വാർത്ത കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം എന്താ ആലോചിക്കുക? ഏത് കടയാണ്, അതിന്റെ പേരൊന്ന് നോക്കട്ടെ, എന്നാ പിന്നെ ആ കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും ഈ കടയുടെ പേരോ മുതലാളിയുടെ പേരോ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ ഒരുപാട് കടകളുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് കടയിൽ നിന്നാണ് ഇത് പിടിച്ചത് എന്ന് അറിയാൻ കഴിയില്ല. അങ്ങനെയാണ് നമ്മുടെ പല മാധ്യമങ്ങളും ഇപ്പൊ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഈ വാർത്തകൾ കറക്റ്റായിട്ട് കൊടുക്കാത്തത്. അതിന് പല കാരണങ്ങളുണ്ട്. ഈ മുതലാളിമാരെ ചെറിയ പേടിയുണ്ടാവും ഇവർക്ക്. കൂടാതെ ചിലപ്പോൾ ഈ മുതലാളിമാർ നല്ല പൈസ മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നുണ്ടാവും, പരസ്യമായിട്ട് കൊടുക്കും. പലതരം പരസ്യങ്ങൾ ഇവർക്ക് കൊടുക്കും. അപ്പൊ അതിൽ നിന്നൊരു വരുമാനം കിട്ടും. ഇങ്ങനെയൊക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന മുതലാളികൾ തന്നെയാണ് കടകളൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളൊന്നും ഇവരുടെ പേര് പുറത്തു വിടുകയില്ല. ഈ ഹോട്ടലിന്റെ പേരും പുറത്തു വിടുകയില്ല. എന്നാൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എങ്കിലും ഇവരുടെ പേര് പുറത്തു വിടണ്ടേ? അതും കാണുന്നില്ല. അവരെന്തുകൊണ്ടാണ് ഇത് പുറത്ത് വിടാത്തത് എന്ന് പലർക്കും സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഹോട്ടലിലേക്ക് പിന്നീട് ആളുകൾ പോവില്ലല്ലോ, അല്ലെങ്കിൽ ആ കടകളിലേക്ക് പോവില്ലല്ലോ. അതെന്തുകൊണ്ടാണ് ഇവർ ചെയ്യാത്തത്? ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് സാധാരണ അതൊക്കെ പബ്ലിഷ് ചെയ്യണ്ടേ? ഇങ്ങനെ ഒരു കടയിൽ നിന്നും പിടിച്ചിട്ടുണ്ട്, ഇനി അവിടുന്ന് ഭക്ഷണം കഴിക്കരുത്, അല്ലെങ്കിൽ ആ കട ഇനി തുറക്കാൻ അനുവദിക്കരുത്, ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ അല്ലേ എടുക്കേണ്ടത്? നമുക്കറിയാം ഇത്തരം ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരുന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഭക്ഷണം കഴിച്ചാൽ ക്യാൻസർ ഒക്കെ വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ വിചാരിക്കും ഈ കടയിൽ പോയവർക്ക് മാത്രമാണ് ഈ ഭക്ഷണം അവിടുന്ന് കിട്ടുക, അല്ലെങ്കിൽ ഈ പലഹാരങ്ങൾ കിട്ടുക എന്നല്ല. ഇവരിത് ഹോൾസെയിൽ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. റെയിൽവേ സ്റ്റേഷനുകളിലേക്കൊക്കെ ഇവർ ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട് എന്നും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും നമ്മൾ ചായക്കടികളൊക്കെ വാങ്ങി കഴിക്കുന്ന സമയത്ത് ഒന്ന് ആലോചിക്കുക, ഇത്തരം സ്ഥലത്ത് നിന്നൊക്കെ ആയിരിക്കും ഇവർ കളക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇനിയെങ്കിലും ചായക്കടികളൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ചായക്കടികളൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ പലപ്പോഴും അതിൽ നിന്ന് ഉരുകി ഒലിക്കുന്ന ഒരു കാഴ്ച വരെ കാണാറുണ്ട് എന്ന് പലരും പറയാറുണ്ട്. അതായത് പ്ലാസ്റ്റിക്കിന്റെ അംശം ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോ ഇനി ചായക്കടികൾ കഴിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കുക. കൊല്ലം റെയിൽവേ സ്റ്റേഷന് മുമ്പിലുള്ള ഏതോ ഒരു കടയാണ്, എനിക്കറിയില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാ കടകളിൽ നിന്നും ഇങ്ങനെ കഴിക്കുമ്പോൾ ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം കഴിക്കുക. പറ്റുന്നുണ്ടെങ്കിൽ കഴിക്കാതിരിക്കുക. നിങ്ങൾക്ക് ചായക്കടിക്ക് അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ചില്ലുകൂട്ടിൽ മനോഹരമായി അലങ്കരിച്ചു വെച്ചിട്ട് നിങ്ങൾ ആകർഷിക്കും ഇതൊക്കെ. പക്ഷേ കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക. ഇനിയെങ്കിലും എന്നെ പോലെ യാത്ര ചെയ്യുന്നവർക്ക് ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഭയങ്കര വിഷമാണ് ഉണ്ടാവുന്ന, ഒപ്പം പേടിയും.
ഞാനും ഈ പറഞ്ഞ പോലെ ചായക്കടികൾ മാക്സിമം ഒഴിവാക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഇത് കൊല്ലത്തെ മാത്രം കഥയാവില്ല കേട്ടോ, ഇത് പലരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവാം. ഒരുപക്ഷെ വാർത്തകളിൽ അതൊന്നും ഇടം പിടിക്കാത്തതാവാം കാരണം. ഇനിയെങ്കിലും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു വ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ വളരെ വേദനയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു. ബൈ ബൈ.